അത്യുന്നതനായ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ക്ലാസ്സിലേക്ക് പഠിക്കുവാനായിട്ട് ഒരുങ്ങി താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്നതായ എല്ലാ ദൈവജനത്തെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നു മുതൽ പുതിയ ഒരു പഠന വിഷയത്തിലേക്കാണ് നാം പ്രവേശിക്കുവാനായിട്ട് പോകുന്നത്. ഈ പഠന വിഷയം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ കേവലം കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ഇത് നമ്മുടെ ആത്മീക ജീവിതം, ഈ വിഷയം പഠിക്കുന്നതിൽ കൂടെ നമ്മുടെ ആത്മീക ജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കോണം ഇടയായി തീരണം. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ ഒന്നുപോലും മിസ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ ഈ ക്ലാസ്സുകളിലെല്ലാം പങ്കുചേരുവാനായിട്ട് എല്ലാ പ്രിയപ്പെട്ട ദൈവജനവും ഉത്സാഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ അതിപ്രധാനമായിട്ടുള്ളതായ ഒരു വിഷയമാണ് സമാഗമന കൂടാരം അഥവാ ടാബർനാക്കിൾ എന്നുള്ളത്. ഇന്ന് പ്രധാനമായിട്ടും ഈ വിഷയത്തെക്കുറിച്ചുള്ളതായ അതിൻ്റെ ഇൻട്രഡക്ഷൻ, അതിൻ്റെ പ്രസന്റേഷനാണ് പ്രധാനമായിട്ടും ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. ഇസ്രായേൽ ജനം 430 വർഷത്തെ തങ്ങളുടെ പ്രവാസം അവസാനിപ്പിച്ചതിന് ശേഷം 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരത്തിന് ശേഷം ഈജിപ്തിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. ഈജിപ്തിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത് റമസസ് എന്ന് പറയുന്നതായ ഈജിപ്തിലെ ഒരു സ്ഥലത്തു നിന്നുമാണ് അവർ യാത്ര പുറപ്പെടുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ജനം തങ്ങളുടെ യാത്ര 430 സംവത്സരത്തെ തങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഈജിപ്തിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. ഇവർ യാത്ര ആരംഭിക്കുമ്പോൾ അവരുടെ അംഗസംഖ്യ എത്രയാകുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ പുരുഷന്മാർ 6,3550 പേരായിരുന്നു. പുരുഷന്മാർ മാത്രം. പുരുഷന്മാരെന്ന് പറയുമ്പോൾ യുദ്ധപ്രാപ്തരായിട്ടുള്ളതായ പുരുഷന്മാരുടെ എണ്ണമാണ് 6,3550. അത് സംഖ്യാപുസ്തകം 1-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യത്തിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിൽ അത് നമ്മൾ കാണുന്നത് ഏകദേശം 6 ലക്ഷം പുരുഷന്മാരെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ രീതി അനുസരിച്ച്, യഹൂദ രീതി അനുസരിച്ച് പുരുഷന്മാരുടെ സംഖ്യ മാത്രം, പുരുഷന്മാരെ മാത്രമാണ് അവർ കൗണ്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ 6,3550 യുദ്ധപ്രാപ്തരായിട്ടുള്ള പുരുഷന്മാരെന്ന് പറയുന്നു. എന്തായിരുന്നു കഴിഞ്ഞാലും ഇത്രയുമല്ല അവരോടൊപ്പം ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. 6 ലക്ഷം പുരുഷന്മാർക്ക് 6 ലക്ഷം ഭാര്യമാരെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഓരോരുത്തരെ വെച്ചാകുമ്പോൾ 6 ലക്ഷം ഭാര്യമാരെന്ന് കൂടെ നമുക്ക് സങ്കല്പിക്കാം. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ഒരു മിനിമം ഒരു കുടുംബത്തിന് ഒരു 4 കുട്ടികൾ എന്ന് നമ്മൾ വിചാരിച്ചാൽ ഏകദേശം 24 ലക്ഷം കുഞ്ഞുങ്ങൾ. അതുകൂടാതെ അവരോടൊപ്പം ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരു മിക്സഡ് മൾട്ടിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, സമ്മിശ്ര പുരുഷാരം. അത് 12-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം, പുറപ്പാട് 12-38 പറഞ്ഞിട്ടുണ്ട്. ഏകദേശം കണക്കനുസരിച്ച് ഒരു 4 ലക്ഷത്തോളം അവരും വരുമെന്നാണ് പറയുന്നത്. ഈജിപ്തിൽ നിന്നും പുറപ്പെടുന്നത് ഏകദേശം 40 ലക്ഷത്തോളം ഉള്ളതായ പുരുഷാരമാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന ഏകദേശ കണക്കനുസരിച്ച് 40 ലക്ഷത്തോളം ആളുകൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. എന്നാൽ ഇതിൽ തന്നെ ലേവ്യരുടെ കണക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഓർത്തുകൊള്ളാം. ലേവ്യ പുരുഷന്മാർ തന്നെ ഏകദേശം 22,000 ഉണ്ടായിരുന്നു എന്ന് സംഖ്യാപുസ്തകം 3-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യത്തിൽ നാം നോക്കുന്നായിട്ടുള്ള സമയത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടുകയാണെങ്കിൽ അവര് തന്നെ ഏകദേശം
1,00,000 ആളുകളൂടെ വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഏകദേശം ഒരു 40 ലക്ഷം 41 ലക്ഷം എന്നൊക്കെ കൂട്ടിക്കുക, നമുക്കൊരു ഓൾ ടുഗദർ 40 ലക്ഷം എന്ന് വയ്ക്കാം. ഈ 40 ലക്ഷത്തോളം ഉള്ളതായ ജനമാണ് ഈജിപ്തിലെ റമസേസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും തങ്ങളുടെ പുറപ്പാട് ആരംഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ഇതിനകത്ത് നോക്കി മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് സമ്മിശ്ര പുരുഷാരം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമ്മിശ്ര പുരുഷാരം എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ സമ്മിശ്ര പുരുഷാരം അത് അവരെ കുറിച്ച് സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ 33-34 വാക്യങ്ങളിൽ പ്രധാനമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഇസ്രായേൽ മക്കൾ ഈജിപ്തില് ആയിരുന്നപ്പോൾ അവരുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നവരും അവരുടെ ബന്ധുമിത്രാദികളും ആയിരുന്നിരിക്കാം ഈ പറയുന്നതായിട്ടുള്ളതായ മിക്സഡ് മൾട്ടിറ്റ്യൂഡ്, സമ്മിശ്ര പുരുഷാരം എന്ന് പറയുന്നത്. ഈ സമ്മിശ്ര പുരുഷാരം എന്നും ഇസ്രായേൽ മക്കൾക്ക് ഒരു തലവേദനയായിരുന്നു എന്നുള്ളത് അവരുടെ യാത്ര പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ പുരുഷാരത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ സമ്മിശ്ര പുരുഷാരത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നതനുസരിച്ച് സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. അപ്പോൾ പിൽക്കാലത്ത് ഇവരെ അനുഗമിച്ചതായ ഈ മിക്സഡ് മൾട്ടിറ്റ്യൂഡ് ദുരാഗ്രഹമുള്ളവരായിട്ട് ദുരാഗ്രഹികളായിട്ട് തീർന്നു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ ദുരാഗ്രഹം കൊണ്ട് എന്ത് സംഭവിച്ചു? ആ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും. അപ്പോൾ ഇവരുടെ ദുരാഗ്രഹം, ഇവരുടെ അത്യാഗ്രഹം, ആ അത്യാഗ്രഹം ഇസ്രായേൽ ജനത്തെ പാപം ചെയ്യുന്നതിലേക്ക് നയിക്കുവാനായിട്ട് കാരണമായി മാറുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവകോപം അവരുടെ മേൽ ജ്വലിക്കുകയാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 33-34 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനടിയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിന്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടത് കൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന പേരായി. അപ്പൊ നമ്മള് ഇനിയും ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നതായിട്ടുള്ള കാര്യം, ഈ ദുരാഗ്രഹികൾ സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം അവരിറച്ചിക്ക് വേണ്ടി വീണ്ടും കരഞ്ഞു. ഒന്നാമത് പുറപ്പാട് പുസ്തകത്തിൽ അവർക്ക് കാടപ്പശയെ കൊടുക്കുന്നുണ്ട്, രണ്ടാമത് വീണ്ടും ഇവിടെ കൊടുക്കുകയാണ്. 1 മാസത്തോളം അവരത് ഭക്ഷിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഈ ഇറച്ചി അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള സമയത്ത് ദൈവത്തിന്റെ കോപം, അതായത് ഈ ദുരാഗ്രഹികൾ കാരണം ഇസ്രായേൽ ദൈവത്തോട് പിറുപിറുക്കുന്നു, സങ്കടം പറയുന്നു, ദൈവത്തോട് മറുതലിക്കുവാൻ കാരണമായി മാറുന്നു. ഇവർ മുഖാന്തരമാണല്ലോ ഇവർ പാപം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നതെന്ന് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു മഹാമാരി, ഒരു പ്ലേഗ് ഈ ജനത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദുരാഗ്രഹികളായിട്ടുള്ളതായ ആളുകൾ അവിടെ പട്ടുപോകുവാൻ ഒരു വലിയ ബാധ കൊണ്ട് ദൈവം അവരെ സംഹരിച്ച് കളയുവാനായിട്ട് ഇടയായി തീർന്നു. ആ സ്ഥലത്തിന് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള പേരാണ് കിബ്രോത്ത് ഹത്താവ എന്നുള്ളതായ പേര് അവർക്ക് അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ അർത്ഥം ദ ഗ്രേവ്സ് ഓഫ് ലസ്റ്റ് എന്നാണ്. അത്യാഗ്രഹികളുടെ ശവക്കുഴി എന്ന് അതിന് നമുക്ക് അർത്ഥം നൽകുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, ഇവിടെ ഒരു ചെറിയ ആത്മിക ചിന്തയുണ്ട്. സമാഗമന കൂടാരം നമ്മൾ പഠിക്കുമ്പോൾ ആ സമാഗമന കൂടാരത്തിൽ കൂടെ ഒരുപാട് ആത്മിക ചിന്തകളാണ് ദൈവം നമ്മളോട് പറയുന്നത്. ആ ആത്മിക ചിന്ത കൂടെ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പഠനം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. അതായത് ഇസ്രായേൽ ജനത്തെ കൊണ്ട് പാപം ചെയ്യിക്കുന്നതിന്റെ ഒരു മുഖാന്തരം അവരോടൊപ്പം ചേർന്നതായ, മനപരിവർത്തനമില്ലാത്തതായ, ദൈവബോധമില്ലാത്തതായ ഈ ദുരാഗ്രഹികളുടെ കൂട്ടം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവ മക്കളുടെ ജീവിതത്തിൽ ലോകം പിടിമുറുക്കുമ്പോഴാണ് നാം പരാജിതരായിട്ട് മാറുന്നത്. ഈ ദുരാഗ്രഹികളുടെ കൂട്ടം എന്ന് പറയുന്നത്, ഈ മിക്സഡ് മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ദൈവത്തെ അറിയേണ്ടുന്നത് പോലെ അറിഞ്ഞിട്ടോ
വാസ്തവമായിട്ട് രുചിച്ചിട്ടോ ഒന്നുമില്ലാത്തതായിട്ടുള്ള കൂട്ടരാണ്. ഇസ്രായേൽ ജനം പോയി അവരോടൊപ്പം അവരുടെ ബന്ധുമിത്രാദികളും ചർച്ചക്കാരുമായിട്ടുള്ളതായ കുറെ ആളുകൾ കൂടെ അവരെ ഫോളോ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ ഇസ്രായേൽ ജനം ഈ സമ്മിശ്ര ജാതി ദൈവത്തെ അറിയേണ്ടുന്നത് പോലെ അറിഞ്ഞിട്ടുള്ളതായ ഒരു അനുഭവമല്ല എന്ന് ഓർത്തുകൊള്ളണം. ദൈവമക്കളുടെ കനാൻ ജീവിത യാത്രയിൽ ലോകമാകുന്ന മിക്സഡ് മൾട്ടിറ്റ്യൂഡ് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ശാപഗ്രസ്തമായി മാറിപ്പോകും എന്നുള്ളത് നാം മറന്നു പോകരുത്. ഈ മിക്സഡ് മൾട്ടിറ്റ്യൂഡ് ലോകത്തിന്റെ പ്രതീകമാണ്. ഇത് എവിടുന്ന് വന്നു ചേർന്നതാണ്? ഈജിപ്തിൽ നിന്നും വന്നു ചേർന്നതാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. എങ്ങനെയാണ് ഈ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെടുവാൻ കാരണമായി മാറിയത്? സംഹാരദൂതൻ വന്നപ്പോൾ സംഹാരദൂതനിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് കുഞ്ഞാട് അറുക്കപ്പെട്ടു. കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പൂശിയതായിട്ടുള്ളതായ അല്ലെങ്കിൽ മുദ്ര ചാർത്തിയിരുന്നതായിട്ടുള്ള ഭവനങ്ങളും കുടുംബങ്ങളും മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്ന് ഓർക്കണം. അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ നമ്മളത് കാണുന്നുണ്ടല്ലോ. 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുന്നതിനനുസരിച്ച് നമ്മൾ കാണുന്നത് സംഹാരകനിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളത് മാത്രമായിരുന്നില്ല. കുഞ്ഞാടിന്റെ രക്തം മുഖാന്തരം നടന്ന രണ്ടാമത്തെ കാര്യം ഈ ദുഷ്ടലോകത്തിൽ നിന്നുള്ളതായ വിടുതൽ കൂടി നൽകുവാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഗലാത്യ ലേഖന പ്രകാരം 1-ാം അധ്യായം 3-ാമത്തെ വാക്യപ്രകാരം കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പരമയാഗമായി മാറിയത് പിശാചിൽ നിന്ന് പാപത്തിൽ നിന്ന് നമുക്ക് വിടുതലും മോചനവും നൽകുന്നതോടൊപ്പം ഈ ദുഷ്ടലോകത്തിൽ നിന്നുള്ളതായ വിടുതൽ കൂടെ നൽകി തരുവാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഈ ലോകത്തിൽ തന്നെ നമ്മൾ ജീവിക്കുന്നുവെങ്കിലും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടതായ വേർപെട്ടതായ അനുഭവം. സമാഗമന കൂടാരത്തിന്റെ കൂടുതൽ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സമാഗമന കൂടാരം 40 വർഷത്തെ തങ്ങളുടെ മരുഭൂവാസത്തിലാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് ഓർക്കണം. സമാഗമന കൂടാരം മരുഭൂമിയിൽ തന്നെ ആയിരുന്നു. എന്നാൽ മരുഭൂമിയിലായിരുന്നെങ്കിലും അത് വേർപെട്ട അനുഭവത്തിലായിരുന്നു എന്നുള്ളത് അതിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്തു വെച്ച് ഘടകങ്ങൾ എടുത്തു വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യാം. അപ്പോ ഇവിടെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ ദുഷ്ടലോകത്തിൽ നിന്നുള്ളതായ വിടുതലിന് വേണ്ടി കൂടിയാണ്. അതായത് ഈജിപ്റ്റ് എന്ന് പറയുന്നത് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ലോകത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ ഇവിടെ സമ്മിശ്ര ജാതി ഇസ്രായേലിനോടൊപ്പം കൂടി എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു വിശുദ്ധ യാത്രയ്ക്ക് അവർ പോവുകയാണ്, കനാനിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ ലോകമാകുന്ന സമ്മിശ്ര ജാതി അവരോടൊപ്പം അവരെ മുറുകെ പിടിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്നിരിക്കുകയാണ് എന്ന് ഓർത്തുകൊള്ളണം. നമുക്കറിയാമല്ലോ, ഈജിപ്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദുഷ്ടലോകത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ഈജിപ്തിന്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്താ? ഈജിപ്തിന്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് അടിമത്വം, സ്ലേവറി എന്നുള്ളതാണ് ഈജിപ്തിന്റെ പ്രധാനപ്പെട്ടതായ സ്വഭാവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. ഈ 430 സംവത്സരക്കാലം ഇവരവിടെ ആയിരിക്കുമ്പോൾ ക്രൂരമായിട്ടുള്ളതായ പീഡനത്തിന്, ജയിൽവാസത്തിന്, എല്ലുമുറിയെ പണിയെടുക്കപ്പെടുന്നതായിട്ടുള്ള അനുഭവം, നല്ല പാർപ്പിടം ലഭിക്കാത്തതായിട്ടുള്ള അനുഭവം, ശരിയാവണ്ണം ആഹാരമില്ലാത്തതായിട്ടുള്ള അനുഭവം, എന്നും കണ്ണുനീർ, എന്നും നിലവിളി, എന്നും പരാതി പറച്ചിൽ, എന്നും പഴിയും ദുഷിയും കേൾക്കേണ്ടി വരുന്നതായിട്ടുള്ള അനുഭവം. തന്മൂലം ഇവർക്കുണ്ടായത് എന്താണ്? അവരുടെ ഉള്ളിൽ ഭയമുണ്ടായി, ആകുലതയുണ്ടായി, നിരാശയുണ്ടായി, മനോവിഷമമുണ്ടായി, മനോരോഗമുണ്ടായി, വിഷണ്ണ മനസ്സിന്റെ ഉടമകളായി അവർ മാറുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമക്കളെ, വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഈ ഭാഗം ഇവിടെ പഠിച്ചുകൊള്ളണം. ഈ സമ്മിശ്ര ജാതി എന്ന് പറയുന്നത് ഇസ്രായേലിനോടൊപ്പം അവരുടെ കനാൻ യാത്രയിൽ കൂട്ടുകൂടി. ഈ സമ്മിശ്ര ജാതി മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് വലിയ തലവേദനകൾ ഉണ്ടായി. അവർക്ക് പലപ്പോഴും പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നത്, യഹോവയുടെ കോപത്തിന് പാത്രീഭൂതരായി മാറേണ്ടി വന്നത് ഈ സമ്മിശ്ര ജാതി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്.
ഈ സമ്മിശ്ര ജാതി എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്നും കൂടെ കൂടിയതാണ്. ഈജിപ്റ്റ് എന്ന് പറയുന്നത് ലോകമാണ്, ലോകത്തിന്റെ സ്വഭാവങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നതായ അനുഭവമാണ്. ഈജിപ്തിൽ ഇസ്രായേൽ ജനം അനുഭവിച്ചത് അടിമത്വമാണ്, സ്ലേവറിയാണ്. അപ്പോൾ ഈ അടിമത്വത്തിന്റെ സകലവിധ സ്വഭാവങ്ങളും അടങ്ങിയതായ ഈ സമ്മിശ്ര ജാതി ഇസ്രായേലിനോടൊപ്പം കൂടുവാനായിട്ടിടയായി തീർന്നു. എന്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ ഉള്ളിൽ മർമറിങ്ങും ഗ്രംബ്ലിങ്ങും ഒക്കെ ഉണ്ടാകുവാൻ കാരണമായി? എന്തുകൊണ്ട് മടങ്ങിപ്പോയാൽ മതി എന്നുള്ള ചിന്തയുണ്ടായി? എന്തുകൊണ്ട് അവരുടെ ഉള്ളിൽ നിരാശയുണ്ടായി? എന്തുകൊണ്ട് പഴയ കാലം ഓർത്ത് അവിടെ ഇറച്ചിക്കലങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ കുമ്പളങ്ങായും മത്തങ്ങായും ചെറിയുള്ളിയും കുക്കുംബറും ഒക്കെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയില്ലാത്ത നിരാശയുടെ വാക്കുകൾ ഉണ്ടാകുവാൻ കാരണമായി? അതിന്റെ ഏക റീസൺ എന്താകുന്നു എന്ന് ചോദിച്ചാൽ കൂടെ കൂടിയ ലോകം, കൂടെ കൂടിയ ഈജിപ്ത്, കൂടെ കൂടിയതായ സമ്മിശ്ര ജാതി ആണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മോചനം പ്രാപിച്ചിരിക്കുന്ന ദൈവജനം പാപത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, ഈ ദുഷ്ടലോകത്തിന്റെ സ്വഭാവത്തിന്റെ അടിമത്വത്തിൽ നിന്ന് കൂടി വിടുതൽ പ്രാപിച്ചിട്ടുള്ളവരാണ് എന്ന് ഈ സന്ധ്യയിൽ എല്ലാ ദൈവജനവും വളരെ 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 വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഇതെന്തുകൊണ്ട് ഇത്രയും സ്ട്രെസ് ചെയ്ത് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചാൽ, വചനം നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം. ഈ സൗണ്ട് ഡോക്ട്രിൻസ് കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഇതിന്റെ കാരണം എന്തുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു? ദൈവമക്കളെ, ഈ കാലത്ത് ദൈവ ജനങ്ങളുടെ നടുവിൽ ആത്മീയ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നതായ, അല്ലെങ്കിൽ ആത്മീയ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ, പഠിപ്പിക്കുന്നതായ ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? ആ വിഷയം അനേക സ്ഥലങ്ങളില് ഈ ദിവസങ്ങളിൽ അനേക ദൈവദാസന്മാർ എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ കാരണം ഇത്രമേ ഉള്ളൂ. ഇന്ന് ലോകം ഒരു പ്രതികൂലത്തിന് നടുവിൽ കൂടെ കടന്നു പോകുന്നു. ഈ പ്രതികൂലം മുഖാന്തരം മനുഷ്യന് ഡിപ്രഷൻ, മനുഷ്യന് ഫിയർ, വറീസ്, ആങ്സൈറ്റി, സ്ട്രെസ്, നമ്മളിങ്ങനെ ഒരുപാട് ഓമന പേരുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓമന പേരുകളിലാണ് നമ്മൾ വിളിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. സ്ട്രെസ്, ഫിയർ, ആങ്സൈറ്റി, വറീസ്, അല്ലെ, ആകുലത, നിരാശ, സങ്കടം, ഇങ്ങനെ ഒരുപാട് ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ പറയുന്നത് എന്താ? കോവിഡ് മുഖാന്തരം ജനം മുഴുവനും ഭയത്തിലാണ്, ഭീതിയിലാണ്, നിരാശയിലാണ് എന്ന് പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ കർത്താവ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആണല്ലോ, സമ്മതിക്കാമല്ലോ, ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്യമാണ്, കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ലോകത്തെ ജയിച്ചവൻ ആരാണ്? ലോകത്തിന്റെ അടിമത്വത്തിന്റെ നുകത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചവനാണ്. അതായത് ലോകം ഒരു ദൈവ പൈതലിനെ അടിമയാക്കുന്ന സകല സ്വഭാവത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചിട്ടുള്ളതായ വ്യക്തിയാണ് ഒരു ദൈവ പൈതൽ എന്ന് ഓർത്തുകൊള്ളണം. കാരണം കർത്താവ് മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? കാൽവരി ക്രൂശിൽ മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭയത്തെ മാറ്റുവാൻ, ആകുലതയെ മാറ്റുവാൻ, നിരാശയെ മാറ്റുവാൻ, നിന്റെ ആങ്സൈറ്റി മാറ്റുവാൻ, വറീസ് മാറ്റുവാൻ, ഫിയർ മാറ്റുവാൻ, സ്ട്രെസ് മാറ്റുവാൻ. സ്തോത്രം! പറയാൻ പറ്റുമോ? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, അല്ലെ? നമ്മൾ ചിന്തിച്ചു കൊള്ളണം. ലോകത്തെ ജയിച്ചിരിക്കുന്നവന്റെ രക്തമാണ് ദൈവ പൈതലിന്റെ സിരകളിൽ കൂടെ ഒഴുകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ലോകത്തെ ജയിച്ചവന്റെ രക്തത്താലാണ് നമ്മൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നാം ഓർത്തുകൊള്ളാം. ആ രക്തത്താൽ മുദ്രയിടപ്പെട്ടതായിട്ടുള്ള ദൈവമക്കൾ ഇനിയും ലോകത്തിന്റെ അടിമത്വമാകുന്ന ഭയത്തിലും നിരാശയിലും ആകുലതയിലും മനോവിഷമത്തിലും കഴിയേണ്ടതുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ വേണ്ടതുണ്ടോ എന്ന് നാം ചിന്തിക്കണം. അങ്ങനെ നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അത് തന്നെ നാം ചിന്തിച്ചുകൊണ്ട് തുടർന്നുള്ള കാലങ്ങളിൽ മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ, പിശാച് വളരെ മനോഹരമായിട്ടൊരു തന്ത്രം മെനഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക. എവിടെ കെട്ടിയിട്ടിരിക്കുന്നു? ഇപ്പോഴും നമ്മൾ അടിമത്വത്തിലാണ്. കർത്താവ് മരിച്ചത് വെറുതെ ആയിപ്പോ.
കർത്താവ് മരിച്ചത് ഈ ലോകത്തിന്റെ അടിമത്തത്തിൽ നിന്നുകൂടെ വിടുതൽ നൽകുവാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയേ. ഈജിപ്തിന്റെ സ്വഭാവം എന്തുവാണെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നും ഭയത്തിൽ കഴിയേണ്ടിയവരാണോ? ആകുലതയിൽ കഴിയേണ്ടവരാണോ? നിരാശയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ടവരാണോ എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ദൈവമക്കളെ? ഇവൻ നമ്മളെ ഒരു കുറ്റി അടിച്ചിട്ട് ആ കുറ്റിക്ക് ഒരു പശുവിനെയോ ആടിനെയോ ഒരു കുറ്റി അടിച്ച് ഒരിടത്ത് കണ്ട് വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കയറിന് എത്രയും നീളമുണ്ടോ അത്രയും നീളത്തിൽ ആ സറൗണ്ടിങ്സിൽ മാത്രമേ ഇതിന് പുല്ല് തിന്നുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഭയമാകുന്ന, നിരാശയാകുന്ന, ഡിപ്രഷൻ ആകുന്ന, സ്ട്രെസ് ആകുന്ന, ഫിയർ ആകുന്ന കുറ്റി അടിച്ചിട്ട് അതിന് ചുറ്റും നിന്ന് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനപ്പുറത്തോട്ട് പോകുവാൻ കഴിയുന്നില്ല. ദൈവ പൈതൽ അടിമത്വത്തിൽ നിന്നും മോചനം പ്രാപിച്ചതാണ്. ഇന്ന് നമ്മളെ ഈ പറയുന്ന ലോകത്തിന്റെ സ്വഭാവങ്ങൾ കീഴ്പ്പെടുത്തുവാനായിട്ട് പാടില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. ലോകത്തെ ജയിച്ചവനാണ് നമ്മളോടൊപ്പം ഉള്ളത്. പിശാചിനെ കർത്താവ് എങ്ങനെയാ ജയിച്ചത്? മരുഭൂമിയിൽ ഇരുന്നുകൊണ്ട് കർത്താവ് എങ്ങനെയാ ജയിച്ചത്? ദൈവ വചനം കൊണ്ടാ ജയിച്ചത്. എന്റെയും നിങ്ങളുടെയും നാവുകളിൽ ദൈവവചനം ദൈവം തന്നിട്ടില്ലേ? എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിലും കരങ്ങളിലും ദൈവത്തിന്റെ വചനം തന്നിട്ടില്ലേ? അങ്ങനെ വചനം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് കടന്നു വരുന്നതായിട്ടുള്ള പ്രതികൂലത്തെ കുറിച്ച് ചർച്ച ചെയ്യാതെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ എനിക്കതിനകത്തൊരു വിജയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഓവർകം ചെയ്ത് പോകുവാൻ നമുക്ക് കഴിയുന്നില്ല? നാം ഇപ്പോഴും ഇതിന്റെ പുറകെ നടക്കുക, കുറ്റിയടിച്ച് കിടക്കുക. നമ്മൾ ഭയത്തിന്റെയും ഈ പറയുന്നതായിട്ടുള്ള സകല ആങ്സൈറ്റിയുടെയും ആകുലതയുടെയും പുറകെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ചുരുക്കം പറഞ്ഞ ആരെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ളതായ ചർച്ചകൾ നടത്തുമ്പോൾ ഇവനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന്റെ പേര് പോലും പറയാനായിട്ട് പാടില്ലെന്ന് ഓർത്തുകൊള്ളണം. ദൈവമക്കൾ വളരണം. ഈ 2000-ൽ പരം വർഷമായിട്ട് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദൈവജനത്തിന് ഇതിൽ നിന്നും ഒന്നും മുക്തി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും ലോകത്തിന്റെ അടിമത്വത്തിൽ കിടക്കുകയല്ലേ? ഇത് നമ്മളെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയല്ലേ? ഈ സമ്മിശ്ര ജാതി ഇസ്രായേലിനോടൊപ്പം ഉണ്ടായതുകൊണ്ടല്ലേ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയത്തിനും ദൈവകോപത്തിനും അവർ കാരണമായി മാറിയത്? ഈ ലോകത്തിന്റെ നിങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കർത്താവിന്റെ കൽപ്പനയാണ് ആകുലപ്പെടരുത്, ഭയപ്പെടരുത്, വിചാരപ്പെടരുത് എന്നൊക്കെ ഉള്ളത്. ആ കൽപ്പന ലംഘികളായിട്ട് നമ്മൾ മാറുകയല്ലേ? നമ്മൾ പാപികളായിട്ട് മാറുകയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവ് മരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ സ്വഭാവത്തെ കൂടെ കൊണ്ട് നടക്കുവാൻ വേണ്ടിയിട്ടല്ല, അതിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ദൈവകോപം ഇറങ്ങി ഈ ജനത്തെ സംഹരിച്ചു. ദൈവത്തിന് സ്തോത്രം. ദുരാഗ്രഹികളെ സംഹരിച്ചു. അതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രത്ത് ഹത്താവ എന്ന് പേര് വരുവാനായിട്ട് കാരണമായി മാറി. ഈ സന്ധ്യയിൽ കർത്താവായ ദൈവത്തിന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കിബ്രോത്ത് ഹത്താവ ഉണ്ടാവണം. ഐ റിപ്പീറ്റ്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കിബ്രോത്ത് ഹത്താവ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരാഗ്രഹത്തെ, ലോകത്തിന്റെ സ്വഭാവത്തെ, ലോകത്തിന്റെ അടിമത്വത്തെ മരിപ്പിക്കുന്നതായ ഒരനുഭവം, ഇല്ലായ്മ ചെയ്യുന്നതായിട്ടുള്ള ഒരു അനുഭവം. ദുരാഗ്രഹികളെ അവിടെ സംഹരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ലോകം പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ, ലോകത്തിന്റെ സ്വഭാവം പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ, ഈ സ്വഭാവങ്ങൾ കൊണ്ട് പലപ്പോഴും ദൈവത്തോട് അടുക്കേണ്ടത് പോലെ അടുക്കുവാൻ കഴിയാതെ ഭയന്നും നിരാശപ്പെട്ടും ആകുലപ്പെട്ടും പിന്മാറി പോകുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, ഇതിനെ മരിപ്പിക്കണം. ഇത് മരിക്കണം. നമ്മുടെ ജീവിതത്തിൽ കിബ്രോത്ത് ഹത്താവയുടെ അനുഭവം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് കാലുകൾ ഫ്രീ ആക്കി മുൻപോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ കരഞ്ഞു, ഭാരപ്പെട്ടു. മോശ ഉൾപ്പെടെ കരഞ്ഞു. കർത്താവ് മോശയോട് പറഞ്ഞെന്താ? മുൻപോട്ട് പോകുക, ദൈവത്തിന് സ്തോത്രം. ഈ പ്രതികൂലം കണ്ടുകൊണ്ട്, ഭയം കണ്ടുകൊണ്ട്, നിരാശ കണ്ടുകൊണ്ട് ഇതിനകത്ത് തന്നെ നിൽക്കുവാൻ വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മുൻപോട്ട് പോകണം. ഞാൻ നിന്നോട് കൂടെ ഇല്ലേ? ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദുഷ്ടലോകത്ത് നിന്ന് വിടുവിച്ചവൻ കർത്താവാണെന്നുണ്ടെങ്കിൽ അക്കരെ നാട്ടിൽ, കനാൻ നാട്ടിൽ നാം എത്തുന്ന സമയം വരെയും നമ്മളോടൊപ്പം അവൻ കൂടെ ഉണ്ട്. അവൻ കൂടെ ഉണ്ടെന്നുള്ള ദൈവ പൈതൽ ലോകത്തിന്റെ സ്വഭാവത്തിന് അടിമപ്പെട്ടു പോകുവാനായിട്ട് പാടില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ലോകത്തിന്റെ അടിമത്വത്തെ, അതിന്റെ നുകത്തെ തകർത്തെറിയുന്ന കിബ്രോത്ത് ഹത്താവ എന്ന് പറയുന്നതായിട്ടുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിന്റെ ജനമേ, യേശുവിന്റെ രക്തത്താൽ ഇതിന്റെ എല്ലാ അടിമത്വങ്ങളിൽ നിന്നും ദൈവ പൈതലിന് ജയം പ്രാപിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ലോകത്തിന്റെ അടിമത്വത്തെ കുറിച്ച് നാം പേർ പറയുക പോലും
ചെയ്യുവാനായിട്ട് പാടില്ല. കാരണം ലോകത്തെ ജയിച്ചവന്റെ രക്തമാണ് നമ്മുടെ സിരകളിൽ കൂടെ ഓടുന്നത് എന്നുള്ളത് നാം വളരെ വ്യക്തമായിട്ട് ഓർത്തുകൊള്ളണം. ലോകത്തെയും അതിന്റെ അടിമത്വ സ്വഭാവത്തെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ളതായ കനാൻ യാത്ര വളരെയധികം ദുഷ്കരമാകുന്നു എന്നുള്ളത് നാം നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഇന്നും ലോകത്തിന്റെ സ്വഭാവത്തെ വെച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ യാത്ര ദുഷ്കരം ആകുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതിനുശേഷം നമ്മൾ അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇസ്രായേൽ ജനം ചെങ്കടലൊക്കെ കടന്നു. അതായത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, ചെങ്കടലൊക്കെ കടന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഏകദേശം 15 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഏലീമിനും സീനായിക്കും നടുവിലുള്ളതായ സീൻ മരുഭൂമിയിൽ, ഡിസേർട്ട് ഓഫ് സീൻ എന്ന് പറയുന്ന സീൻ മരുഭൂമിയിൽ അവരെത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ വെച്ചിട്ടാണ് അവർക്ക് ആദ്യമായിട്ട് മന്ന ലഭിക്കുന്നത്. ഈ സീൻ മരുഭൂമിയിൽ വെച്ചിട്ടാണ് അവർക്ക് ആദ്യമായിട്ട് മന്ന ലഭിക്കുന്നത്. തുടർന്നുള്ളതായ 40 സംവത്സരക്കാലം അവര് മന്ന ഭക്ഷിക്കുന്നതായിട്ട് തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മന്നയെ കുറിച്ച് ഒരു ചെറിയ ചിന്ത ചിന്തിച്ചതിന് ശേഷം നമ്മൾ വേഗം മുൻപോട്ട് അങ്ങ് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ഓർപ്പിച്ചത് ഇതൊരു ആമുഖമാണ്, വിഷയത്തിന്റെ അവതരണം മാത്രമാണിത്. പിന്നീട് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. മന്നയെ നമുക്കറിയാം, സീൻ മരുഭൂമിയിൽ വെച്ചിട്ട് മന്ന അവർക്ക് ലഭ്യമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. മന്ന എന്ന് പറയുന്ന പദം ഒരു എബ്രായ പദമാണ്. മൻ ഹു എന്ന് പറയുന്ന 2 പദങ്ങൾ ചേർന്നതായിട്ടുള്ള പദമാണ് ഈ മന്ന എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം വാട്ട് ഈസ് ഇറ്റ്, ഇതെന്ത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ഈ മന്നയെ കുറിച്ച് ഒരു ചെറിയ ഗ്ലിംസ് തന്നിട്ട് പോകുവാനായിട്ട് ഉദ്ദേശിച്ചതിന്റെ കാരണം എന്താകുന്നു എന്ന് ചോദിച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് പെട്ടകത്തിനുള്ളിൽ വെച്ചിരിക്കുന്നതായ 3 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഈ മന്ന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രാധാന്യം, ഒരു ഇമ്പോർട്ടൻസ് ഈ പഠനത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. മന്ന എന്ന് പറയുന്നത് സ്വർഗീയ ആഹാരമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലും സങ്കീർത്തന പുസ്തകം 78-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിലും അത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് സ്വർഗീയ ആഹാരം ആണ്. മാത്രമല്ല ഇത് ശക്തിമാന്മാരുടെ അപ്പം എന്നാ പറയുന്നത്. ബ്രെഡ് ഓഫ് ഏഞ്ചൽസ്, സങ്കീർത്തന പുസ്തകം 78-ാം അധ്യായം 25-ാമത്തെ വാക്യം, ബ്രെഡ് ഓഫ് ഏഞ്ചൽസ് എന്നാണ് അതിനെ പറഞ്ഞത്. ഇപ്പോൾ ശക്തിമാന്മാരുടെ അപ്പമാണ് സ്വർഗത്തിലെ അപ്പം പ്ലസ് ഏഞ്ചൽസിന്റെ അപ്പം ആർക്ക് കൊടുക്കുകയാണ്? ദൈവത്തിന്റെ ജനത്തിന് 40 വർഷം ഭക്ഷിക്കുവാൻ വേണ്ടി അങ്ങോട്ട് കൊടുക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ മന്ന അവസാനം ഇവര് വേണ്ട എന്ന് പറഞ്ഞ് നിരാകരിക്കുന്ന രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ കണ്ണ് നനയിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ പിന്നീട് നമുക്ക് വരുന്നുണ്ടെന്ന് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതുകൊണ്ട് ഇവിടെ സ്വർഗത്തിൽ നിന്നും ലഭിച്ചതായിട്ടുള്ള മന്ന, ഈ മന്ന എന്താണ്? ഈ മന്ന സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. അതായത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 35-41 വാക്കുകളിൽ കർത്താവ് യേശു തമ്പുരാൻ പറയുന്നുണ്ട്, ഐ ആം ദ ബ്രെഡ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവൻ. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം കർത്താവായ യേശു ക്രിസ്തു ആണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മാത്രമല്ല ഈ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ മുഴുവനും അവർ മന്ന ഭക്ഷിച്ചു എന്ന് നമ്മളിവിടെ കാണുകയാണ്. 40 years they ate manna. 40 വർഷം അവർ മന്ന ഭക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമക്കളെ, ഇസ്രായേൽ ജനം 40 വർഷം അവരുടെ വിൽഡർനെസ്സിൽ കൂടെ, മരുഭൂ യാത്രയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു മന്ന ഭക്ഷിച്ചു. അതായത് കനാൻ നാട് എത്തുന്നിടം വരെയും പുതിയ നിയമ ഇസ്രായേലാകുന്ന ദൈവത്തിന്റെ ജനം സ്വർഗീയ കനാൻ എത്തുന്ന സമയം വരെയും ദൈവ വചനമാകുന്ന യേശുക്രിസ്തുവാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് വേണം ഈ ലോകത്തിലെ കനാൻ നാട്ടിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ഓർത്തുകൊള്ളണം. പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മന്ന സൗജന്യമായിട്ടാണ് ഇസ്രായേലിയർക്ക് നൽകിയത്. പുറപ്പാട് 16-4 നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സൗജന്യമായിട്ടാണ് ലഭിച്ചത്. യേശുക്രിസ്തുവിന്റെ രക്ഷയും സൗജന്യമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. എഫേസ്യ ലേഖനം 2:8. യേശുക്രിസ്തുവിന്റെ രക്ഷയും സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇനി മന്നയെ കുറിച്ച് കാണുന്നത്, മന്ന വീണ് കിടന്നത് ഭൂമിയിലാണ്. പുറപ്പാട് 16-14 നമുക്കത് കാണാനായിട്ട് കഴിയും. മന്ന വീണ് കിടന്നത് ഭൂമിയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവും പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് താണിറങ്ങി വന്നതായിട്ടുള്ള അനുഭവം ആയിരുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം.
പുറപ്പാട് പുസ്തകം 16:14 നമ്മൾ തുടർന്ന് കാണുന്നത് മന്ന വളരെ ചെറുതായിരുന്നതായ ഒരു വസ്തുവായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവും എളിയവരിൽ എളിയവനായി ഭൂമിയിൽ ജാതനായി. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് മന്നയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്നത് ഇത് കൊത്തമ്പാലരി പോലെ, ഇറ്റ് വാസ് ലൈക്ക് കൊറിയാണ്ടർ സീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊത്തമ്പാലരി പോലെ. അത് കൊത്തമ്പാലരി, കൊറിയാണ്ടർ നമുക്കറിയാം ഉരുണ്ടതായിരുന്നു. ഉരുണ്ട വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആദിയും അന്തവും ഒന്നും നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയത്തില്ല. കർത്താവായ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? ഐ ആം ദി ആൽഫ ആൻഡ് ഐ ആം ദി ഒമേഗ. ആരംഭവും അവസാനവും കർത്താവ്, ആരംഭവും അവസാനവും ഇല്ലാത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. പിന്നീട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ മന്ന മഞ്ഞ് പോലെ വെളുത്തതായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിർമ്മലതയെയും പാപമില്ലായ്മയെയും കാണിക്കുന്നതാണ് എന്നുകൂടെ നമ്മൾ ഓർത്തുകൊള്ളണം. ഹീബ്രുവിൽ അത് 7-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന എന്താണ്? അതിന്റെ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മന്ന തേൻ പോലെ മധുരമുള്ളതായിരുന്നു. 16:31 പറയുന്നുണ്ട് മന്ന തേൻ പോലെ മധുരമുള്ളതായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യേശുവിന്റെ വായിലെ വാക്കുകൾ ലാവണ്യമേറിയതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 119-ാമത്തെ സങ്കീർത്തനം നമ്മൾ കാണുന്നുണ്ട് തേനിനെക്കാട്ടിലും തേൻ കട്ടയെക്കാട്ടിലും മാധുര്യമേറിയതാണ് ദൈവ വചനം എന്നുള്ളത് നാം പഠിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. അതോടൊപ്പം തന്നെ പിന്നെ പറയുന്നത് എന്താണ്? മന്ന കണ്ടപ്പോൾ ജനത്തിന് മനസ്സിലായില്ല ഇതെന്താണ് എന്നുള്ളത്. അവര് ചോദിച്ച ചോദ്യമാണ് വാട്ട് ഈസ് ഇറ്റ്. അവർക്ക് മനസ്സിലായില്ല ഇതെന്താണ്. 16-ാമത്തെ അധ്യായം 15-ന്റെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 10-ാം വാക്യപ്രകാരം യേശു ആരാണെന്ന് ലോകത്തിന് മനസ്സിലായില്ല എന്നുള്ളത് നാം ഇതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കിക്കോണം. മാത്രവുമല്ല മന്ന ഓരോ ദിവസവും പെറുക്കി എടുക്കണമായിരുന്നു. ഓരോ ദിവസവും അത് പെറുക്കി എടുക്കണമായിരുന്നു. ദൈവമക്കളെ, ഇത് എന്തിനെ കാണിക്കുന്നുവെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിനെ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് സ്വീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1:12 ഓരോ ദൈവമക്കളും വ്യക്തിപരമായിട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നീട് അവസാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മന്ന പെറുക്കിയവർക്കെല്ലാം ഒരേ അളവിലാണ് ലഭിച്ചതെന്ന് പുറപ്പാട് 16:18 നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരേ അളവിലാണ് ലഭിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഏത് മനുഷ്യനും ദൈവമക്കൾ എന്ന സ്ഥാനം ഒരുപോലെ ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ എന്നുള്ളതായ സ്ഥാനം ഒരു ഏറ്റക്കുറച്ചിലും ഇല്ലാതെ ഒരുപോലെ ലഭിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1:12 വാക്യം. ഈ മന്നയാണ് പിന്നീട് സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തെ പെട്ടകത്തിൽ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഓർത്തോണം. അത് ആ ഭാഗം വരുമ്പോൾ ക്ലീൻ ആയിട്ട് വിശദീകരിച്ച് പഠിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, ഇവിടെ നിന്നും വീണ്ടും അവര് യാത്ര പുറപ്പെടുകയാണ്. തുടർന്ന് അവർ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനം അവിടെ നിന്ന് യാത്ര ചെയ്ത സീനായി മരുഭൂമിയിൽ സീനായി പർവ്വതത്തിന് സമീപം പാളയം ഇറങ്ങുന്നു. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും. ഇവിടെ നിന്നും എലീമിൽ നിന്നും ഒക്കെ അവര് രഫീദീമിൽ നിന്നും ഒക്കെ യാത്ര പുറപ്പെട്ടിട്ട് അവര് സീനായി മരുഭൂമിയിൽ മൗണ്ട് സീനായിക്ക് താഴെയായിട്ട് അവര് ആ മരുഭൂമിയില് പാളയം ഇറങ്ങുകയാണ്. തുടർന്ന് നമ്മൾ ആ പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം മുതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് യഹോവയായ ദൈവം മോശയോട് പല പ്രാവശ്യം സംസാരിക്കുന്നു. ഇസ്രായേൽ ജനം നടപ്പിലാക്കേണ്ടുന്നതായ, പാലിക്കേണ്ടുന്നതായ, അനുസരിക്കേണ്ടതായിട്ടുള്ള കൽപ്പനകളെ കുറിച്ചൊക്കെ അവിടെ നമുക്ക് കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം ഈ മോശയെ യഹോവയായ ദൈവം സീനായി പർവ്വതത്തിന്റെ മുകളിലേക്ക് ക്ഷണിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 24-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാം. മോശയെ ദൈവം സീനായി പർവ്വതത്തിലേക്ക് വിളിക്കുന്നു. തുടർന്ന് 40 രാവും 40 പകലും ഈ സീനായി മലമുകളിൽ യഹോവയായ ദൈവത്തോടൊപ്പമായിരുന്നു ഈ മോശ എന്നുള്ളത് നമുക്ക് പുറപ്പാട് 24-28 കാണാം. 40 ദിവസം ഈ മോശ യഹോവയായ ദൈവത്തോട് ഒപ്പമായിരുന്നു. ആ കാലയളവിൽ, ഈ 40 ദിവസത്തെ കാലയളവിൽ യഹോവയായ ദൈവം മോശയെ പർവ്വതത്തിന്റെ മുകളിലേക്ക് വിളിച്ചു.
ഒരുപാട് കൽപ്പനകൾ, പ്രത്യേകിച്ച് 10 കൽപ്പനകൾ അടങ്ങിയതായിട്ടുള്ള കൽപ്പനകളൊക്കെ നമുക്ക് കാണാം. 31-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കൽപ്പനകളുമായിട്ടൊക്കെ അദ്ദേഹം ഇറങ്ങി വരുന്നു. അപ്പോൾ അവിടേക്ക് വിളിച്ചിട്ട് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടേക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, അതായത് 25-ാമത്തെ അധ്യായം മുതൽ 31-ാമത്തെ അധ്യായം വരെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടാബർനാക്കിളിനെ കുറിച്ച്, സമാഗമന കൂടാരത്തെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ ആണ് 25 മുതൽ 31 വരെ. അതെങ്ങനെ ഉണ്ടാക്കണം, എന്തൊക്കെ ആയിരിക്കണം അതിന്റെ മെറ്റീരിയല്, നീണ്ട വിശദീകരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓർത്തോളം. അതാണ് പർവ്വതത്തിൽ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് എന്നോർത്തോളം. അതുകൊണ്ട് യഹോവയായ ദൈവം മോശയെ 40 രാവും 40 പകലും തന്നോടൊപ്പം വിളിച്ചിരുത്തി ദൈവം നേരിട്ട് തന്റെ ദാസനോട് സംസാരിച്ച വിഷയമാണ് ടാബർനാക്കിൾ, സമാഗമന കൂടാരം. അപ്പൊ ദൈവത്തിന്റെ ജനമേ, ദൈവം നേരിട്ട് നമ്മളോട് സംസാരിച്ച വിഷയം, ദൈവം ജനത്തോട് സംസാരിച്ചിരിക്കുന്ന ഈ വിഷയം തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ടുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ഇത് പഠിക്കാതെ മുൻപോട്ട് പോയിട്ട് വേദപുസ്തകം പൂർണ്ണമായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് ഓർത്തോളം. അതുകൊണ്ട് വൈ വി ഷുഡ് സ്റ്റഡി അബൌട്ട് ടാബർനാക്കിൾ, നമ്മൾ എന്തുകൊണ്ട് ടാബർനാക്കിളിനെ കുറിച്ച് പഠിക്കണം, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തുകൊണ്ട് ഇത്ര ഗഹനമായിട്ട് ചിന്തിക്കണം. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ ബൈബിളിൽ ഉള്ള മുഴുവൻ ചാപ്റ്ററുകളിൽ വെച്ച് 50 ചാപ്റ്ററുകൾ ഇതിനു വേണ്ടിയിട്ട് മാത്രം വേർതിരിച്ചിരിക്കുകയാണ്. 50 chapters talks about tabernacle. So that itself means how important it is. വേറെ ഒന്നിനും, ഒരു വിഷയത്തിനും ഇത്ര അധികമായിട്ടുള്ള വിശകലനമോ വിശദീകരണമോ നൽകിയിട്ടില്ല. കർത്താവ് 6 ദിവസം കൊണ്ട് സൃഷ്ടിപ്പ് നടത്തി. 6 ദിവസം കൊണ്ട് സൃഷ്ടിപ്പ് നടത്തിയത് കേവലം 2 അധ്യായത്തിനുള്ളിൽ കർത്താവ് ഒതുക്കിയിട്ടുണ്ടെന്നുള്ളത് ഓർക്കണം. എന്നാൽ ഇവിടെയോ 50 അധ്യായം സമാഗമന കൂടാരത്തെ കുറിച്ച് പറയുകയാണ്. എവിടെയൊക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത്? പുറപ്പാട് പുസ്തകത്തിൽ എക്സോഡസിൽ 13 ചാപ്റ്റേഴ്സ്, ലെവിറ്റിക്കസിൽ 18 ചാപ്റ്റേഴ്സ്, നമ്പേഴ്സിൽ 13 ചാപ്റ്റേഴ്സ്, ഡ്യൂട്രോണമിയിൽ 2 ചാപ്റ്റേഴ്സ്. അതെല്ലാം പഴയ നിയമം. പുതിയ നിയമത്തിൽ എബ്രായ പുസ്തകം ഹീബ്രുവിൽ 4 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ 46 അധ്യായങ്ങളും ന്യൂ ടെസ്റ്റ്മെന്റിൽ 4 അധ്യായങ്ങളും ഇതിനു വേണ്ടിയിട്ട് വേർതിരിച്ച് വെച്ചിരിക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. പഴയ നിയമത്തെ കുറിച്ച് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതായിട്ടുള്ള പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാർ പല വഴിക്കായി. അതിൽ 2 പേര് എമ്മൗസിലേക്ക് നടന്നു പോകുന്നതായിട്ടുള്ള കഥ നമ്മൾക്കറിയാം. ഈ എമ്മൗസിലേക്ക് കൂടെ പോകുന്നതായിട്ടുള്ള ശിഷ്യന്മാരോടൊപ്പം യേശു കർത്താവ് ചേർന്ന് നടക്കുന്ന അനുഭവത്തെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ ചേർന്ന് നടന്നപ്പോൾ അവരോട് പറയുന്നത് എന്താണ്? മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ബൈബിൾ കയ്യിലുള്ളവരൊക്കെ ഒന്ന് തുറന്നു നോക്കിക്കോണം. ലൂക്കോസ് 24-27 മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ദൈവമക്കളെ, നിങ്ങൾ തിരുവെഴുത്ത് പഴയ നിയമ പുസ്തകത്തിലേക്ക് പോയി പഴയ നിയമ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ ആ സിറ്റീസ് ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. പുതിയ നിയമത്തിലെ പോലെ യേശു ക്രിസ്തുവിനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല. യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുന്ന സമാഗമന കൂടാരത്തിൽ യേശു ക്രിസ്തുവിനെ കാണാം. സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതങ്ങ് പറഞ്ഞുകൊള്ളട്ടെ. സമാഗമന കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശുവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ലേവ്യ പുസ്തകത്തിലേക്ക് വന്ന ലെവിറ്റിക്കൽ ഓഫറിങ്സ്, ആ യാഗം, ലേവ്യ യാഗം എന്തിനെ കാണിക്കുന്നു? അവിടെ എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ വ്യക്തമായിട്ട് ഇത് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ? ഒരിടത്തുമില്ല. ലേവ്യ യാഗം, ആ യാഗങ്ങളെല്ലാം പരാമർശിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്. അതുകൊണ്ട് ഈ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോശ തുടങ്ങിയ പ്രവാചകന്മാർ തന്നെ കുറിച്ച് തിരുവെഴുത്തുകളിൽ സംസാരിച്ചിട്ടുള്ളത് വ്യാഖ്യാനിച്ചു കൊടുത്തു, ഇന്റർപ്രറ്റ് ചെയ്തെടുക്കണം. സമാഗമന കൂടാരം, വി ആർ ഗോയിങ് ടു ഇന്റർപ്രറ്റ് ദ ടാബർനാക്കിൾ. നമ്മളത് മനസ്സിലാക്കിയെടുക്കുവാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിന്റെ കൃപയോടുകൂടെ. ആ അധ്യായത്തിൽ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെയും പറയുന്നത് എന്താണ്?
ഇവരോട് പറയുന്ന മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തന പുസ്തകങ്ങളിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം. നോക്കിക്കാട്ടെ, ന്യായപ്രമാണം, പ്രവാചകന്മാര്, സങ്കീർത്തനങ്ങൾ, അല്ലേ? തോറ ന്യായപ്രമാണത്തിന് പറഞ്ഞ മറ്റൊരു പേരാണല്ലോ ദലോ അല്ലെങ്കിൽ തോറ. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പുസ്തകത്തിന് പ്രോഫറ്റ്സ്, നബീം, പിന്നെ സങ്കീർത്തന പുസ്തകം കെത്തൂബീം. ഇങ്ങനെയാണ് അതിന് വിഭജനം കൊടുത്തിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പം നോക്കിക്കാട്ടെ, ന്യായപ്രമാണം വന്നു, പ്രവാചക പുസ്തകന്മാർ വന്നു, പിന്നെന്താ സങ്കീർത്തനങ്ങൾ വന്നു. സങ്കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനകത്തെല്ലാം സങ്കീർത്തനങ്ങള്, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള പദ്യങ്ങൾ മുഴുവൻ, പോയങ്ങൾ മുഴുവൻ വന്നു കഴിഞ്ഞു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ പഴയ നിയമമാകുന്ന 39 പുസ്തകത്തിലും ആരെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു? യേശു ക്രിസ്തുവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കിയെടുത്തേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ട് സമാഗമന കൂടാരം എന്ന് പറയുന്ന ഈ വിഷയവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നതായിട്ടുള്ളതായ ഒരു വിഷയമാണ്. ഇനി മുൻപോട്ട് പോകട്ടെ. എന്താണ് സമാഗമന കൂടാരം? വാട്ട് ഈസ് ടാബർനാക്കിൾ? മരുഭൂമി വാസം ചെയ്യുന്നതായിട്ടുള്ള തന്റെ ജനത്തോടൊപ്പം വസിക്കുമ്പോൾ അഴിച്ചു മാറ്റുവാൻ കഴിയുന്ന തരത്തിലുള്ളതായ ഒരു കൂടാരം, എ പ്രീ ഫാബ്രിക്കേറ്റഡ് ടെന്റ്. ദൈവത്തിന്റെ ആഗ്രഹം അത് നമ്മൾ വരുന്നതേ ഉള്ളൂ, പഠിക്കാനായിട്ട് വരുന്നതേ ഉള്ളൂ. 25-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ മോശയ്ക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനിൽ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്? ദൈവജനത്തോടൊപ്പം, ഇസ്രായേലിന്റെ നടുവിൽ, ഇസ്രായേലിനോടൊപ്പം വസിക്കുവാനായിട്ട് എനിക്ക് ഒരു സമാഗമന കൂടാരം നീ ഉണ്ടാക്കണമെന്നാ പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? ദൈവജനത്തോടൊപ്പം വസിക്കുക എന്നുള്ള ആഗ്രഹത്തിന്റെ പിറവി ഇവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി, അവരുടെ നടുവിൽ വസിക്കേണ്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടാബർനാക്കിള് ഉണ്ടാക്കുവാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതൊരു പ്രീ ഫാബ്രിക്കേറ്റഡാ. കാരണം ഇവര് ഇങ്ങനെ യാത്രയിലാണല്ലോ. അതുകൊണ്ട് യാത്രയിൽ ഇത് അഴിച്ചു മാറ്റിക്കൊണ്ട് പോകുവാനായിട്ട് അവർക്ക് സാധിക്കണം. അപ്രകാരമുള്ളതായ ഒരു ടാബർനാക്കിളാണ് ഇവിടെ ഒരുക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. ഇതിന്റെ ലെങ്തും വിഡ്ത്തും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രാകാരത്തിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 100 ക്യൂബിക് ഫീറ്റ്, 100 ക്യൂബിക് ഫീറ്റ് ഉള്ളതായ അതിന്റെ പ്രാകാരത്തിന്റെ നീളം 100 ക്യൂബിക് ഫീറ്റ്സ്. അതായത് ഈ പ്രാകാരത്തിന്റെ നീളം എന്ന് പറയുമ്പോൾ അതിന്റെ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞത്, കോർട്ട്യാർഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞത് 100 ക്യൂബിക്സ് ആണ്. 100 ക്യൂബിക്സ് എന്ന് പറയുന്നത് 150 ഫീറ്റ് ആണ്. അതുപോലെ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 50 ക്യൂബിക്സ് 75 ഫീറ്റ് ആണ്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 ക്യൂബിക്സ് 7.5 ഫീറ്റ് ആണ്. അത് ഞാൻ ഇത് പറയുന്നത് പ്രാകാരത്തിൻ്റെതാണ് കേട്ടോ. അതിനുശേഷം 60 പില്ലേഴ്സിലാണ് ഇതിന്റെ സറൗണ്ടിങ്സിൽ അതിന്റെ തിരശീല, മൂടുശീലകൾ വെച്ചിട്ട് അത് മറച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒറ്റ ഡോർ മാത്രമേ അതിനുള്ളൂ. അത് കിഴക്കോട്ട് ദർശനമായി വെച്ചിരിക്കുന്ന 20 ക്യൂബിക് ഫീറ്റ്സ്, അതായത് 30 ഫീറ്റോളം ഉള്ളത്. ഇപ്പം നിങ്ങൾ ഈ പിക്ചർ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ലെങ്ത് ആണ്, ഈ ലെങ്ത് ഏകദേശം 100 ക്യൂബിക് ഫീറ്റ്, അതായത് 150 ഫീറ്റ്. ഈ വിഡ്ത്ത് അതാണ് നമ്മൾ കാണുന്നത് 50 മുഴം നീളം, അതായത് 75 ഫീറ്റ് എന്ന് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പറയുന്നതായിട്ടുള്ള പില്ലറുകൾ ഏകദേശം 7.5 അടി ഗ്യാപ്പിലാണ്, 5 മുഴം ഗ്യാപ്പിലാണ് ഈ തൂണുകൾ നിർത്തിയിരിക്കുന്നത്. ഇത് മൊത്തം 60 തൂണുകളാണ് ഇതുള്ളത്. ഇതെല്ലാം എക്സോഡസില് 27-ാമത്തെ അധ്യായം മുതൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 9 മുതൽ 19 വരെയുള്ളതായിട്ടുള്ള വാക്യങ്ങളിലാണ് ഇത് പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ കോർട്ട്യാർഡ് എന്ന് പറയുന്നത്. ഈ 4 വശങ്ങൾ അടങ്ങിയതാണ് കോർട്ട്യാർഡ്. ഫ്രണ്ടിൽ വരുമ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ സൈഡാണ്, അതായത് കിഴക്കേ ഭാഗം. ആകെ ഒരു വാതിൽ മാത്രമാണ് ഈ സമാഗമന കൂടാരത്തിലേക്ക് എൻ്റർ ചെയ്യുവാനായിട്ടുള്ളത്, ഒരേ ഒരു വാതിൽ മാത്രം. ഇതിന് 20 ക്യൂബിക് ഫീറ്റ് ആണ് നീളമുള്ളത്. 20 ക്യൂബിക് ഫീറ്റ് എന്ന് പറയുമ്പോൾ 30 അടി നീളത്തിൽ ഉള്ളതായ ഒരു വാതിലാണ്. ഒരേ ഒരു വാതിൽ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ട്. ഈ പ്രാകാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു ബ്രേസൺ ഓൾട്ടർ ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യാഗപീഠം, താമ്ര യാഗപീഠമാണ് ഈ പ്രാകാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് ആദ്യം കാണാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം പിച്ചളത്തൊട്ടി, രണ്ടാമത് കാണുന്നത് പിച്ചളത്തൊട്ടി എല്ലാവർ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അതിനുശേഷം നമ്മൾ തിരുനിവാസത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അതായത് തിരുനിവാസം ഈ പ്രാകാരത്തിന്റെ ഉള്ളിലായിട്ട് കാണുന്നതാണ് തിരുനിവാസം. ഈ തിരുനിവാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തിരുനിവാസത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. തിരുനിവാസത്തിന്റെ ആദ്യ ഭാഗം ഹോളി പ്ലേസ് എന്ന് പറയപ്പെടും. രണ്ടാമത്തെ ഭാഗം മോസ്റ്റ് ഹോളി, ഹോളി ഓഫ് ഹോളി എന്ന് പറയുന്ന പൊസിഷനാണ് ഇത്. അപ്പോൾ ഈ സമാഗമന കൂടാരത്തിന്റെ അല്ലെങ്കിൽ ഈ തിരുനിവാസത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത് ഓൾട്ടർ ഓഫ് ഇൻസെൻസ്, ധൂപപീഠത്തെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് തങ്ക നിലവിളക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. ഈ വശത്തേക്ക് നോക്കുന്ന ടേബിൾ ഓഫ് ഷൂബ്രഡ്, കാഴ്ചയപ്പത്തിന്റെ മേശ നമുക്ക് ഇവിടെ ദർശിക്കുവാനായിട്ട് കഴിയും. ഇനി മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആർക്ക് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ആർക്ക് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഈ ആർക്കിൽ തന്നെ രണ്ട് ഭാഗങ്ങളാണുള്ളത്. കൃപാസനം, മേഴ്സി സീറ്റ് എന്ന് പറയുന്നത് ആർക്കിന്റെ മുകളിലായിട്ട് മേഴ്സി സീറ്റ്. ഇതിന്റെ എല്ലാം വിശദീകരണം പിന്നീട് പുറകാലെ വരുമല്ലോ, ആ സമയത്ത് ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു തരാം. അപ്പോൾ മേഴ്സി സീറ്റ്, പിന്നീട് പെട്ടകം, ആർക്കിന്റെ പെട്ടകത്തിന്റെ മുഖത്തായിട്ടുള്ളതാണ് മേഴ്സി സീറ്റ്. അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്ന് ഓർത്തോളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ സമാഗമന കൂടാരം ഈ പറയുന്നതായിട്ടുള്ള 100 മുഴം നീളവും 50 മുഴം വീതിയും ഉള്ളതായ ഈ സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിച്ചാൽ പ്രധാനമായിട്ടും 7 കൂട്ടം കാര്യങ്ങളാണ് നമുക്കിതിൽ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, കയറിയാൽ പ്രാകാരത്തിൽ ചെല്ലുമ്പോൾ തന്നെ കാണുന്നതായിട്ടുള്ള യാഗപീഠം, ബ്രേസൺ ഓൾട്ടർ, ദെൻ പിച്ചളത്തൊട്ടി ലാവർ, അതിനുശേഷം ധൂപപീഠം ഓൾട്ടർ ഓഫ് ഇൻസെൻസ്, പിന്നീട് തങ്ക നിലവിളക്ക് ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്, അതിനുശേഷം കാഴ്ചയപ്പ മേശ ടേബിൾ ഓഫ് ഷൂബ്രഡ്, അതിനുശേഷം കൃപാസനം മേഴ്സി സീറ്റ്, ദെൻ പെട്ടകം. ഇതിൽ 2 ഐറ്റം മാത്രമാണ്, താമ്ര യാഗപീഠവും ബ്രേസൺ ലാവറും മാത്രമാണ് ഈ തിരുനിവാസത്തിന്റെ പുറത്തുള്ളത്. ബാക്കിയെല്ലാം അകത്ത് ഉള്ളതായ സംഭവങ്ങളാണ്. ബാക്കി 5 കാര്യങ്ങൾ അകത്തും 2 കാര്യങ്ങൾ പുറത്തും ആണ് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെയാണ് അത് വരുന്നത്. ആദ്യമേ നമുക്ക് യാഗപീഠം, പിന്നീട് ബേസൺ കാണാം. ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ലാംപ് സ്റ്റാൻഡ് കാണുന്നു, ടേബിൾ ഓഫ് ഷൂബ്രഡ്, ഇൻസെൻസ് ഓഫ് ഓൾട്ടർ. ആർക്കിലേക്ക് മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് കാണാം. ഇതാണ് മേഴ്സി സീറ്റ്. ഈ മേഴ്സി സീറ്റിനെ കാവൽ ചെയ്യുന്നത് കെരൂബുകളാണ്. 2 കെരൂബുകൾ ഇതിലേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്ന വിധത്തിലാണ് ഈ മേഴ്സി സീറ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ പഠനം അവസാനിപ്പിക്കുകയാണ്. സമാഗമന കൂടാരത്തിന്റെ ഒരു ചെലവ് അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയലും മെയിൻ മെറ്റീരിയലുകൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അത് പുറപ്പാട് പുസ്തകം 38-ാമത്തെ അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് പ്രത്യേകമായിട്ടും പരാമർശിച്ചിരിക്കുന്നത്. ഈ ടാബർനാക്കിൾ ഉണ്ടാക്കുവാനായിട്ട് സ്വർണം, ഗോൾഡ് ഉപയോഗിച്ചിരിക്കുന്നത് 29 ടാലന്റ് 730 ഷേക്കേൽ. അതായത് ഒരു ടാലന്റ് എന്ന് പറയുന്നത് 50 കിലോയാണ്. യഹൂദ മെഷർമെന്റ് പ്രകാരം 50 കിലോയാണ്, അഥവാ 3000 ഷേക്കലാണെന്ന് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് 1462 കിലോ 118 ഗ്രാം സ്വർണമാണ് ഇതിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഓർത്തോളാം. ഇതൊക്കെ ശ്രദ്ധിച്ചോണം. രണ്ടാമത്, സിൽവർ ഉപയോഗിച്ചിരിക്കുന്നത് 100 ടാലൻസ് 1775 ഷേക്കൽ, അതായത് ഓൾ ടുഗദർ ഒരു 5030 kg സിൽവർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് ബ്രോൺസ് കാണാനായിട്ട് സാധിക്കുന്നു, 70 ടാലൻസ് 2400 ഷേക്കൽ, ഓൾ ടുഗദർ ഏകദേശം 3790 കിലോ ആണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 3 മെറ്റലുകളാണ് പ്രധാനമായിട്ടും ഇതിന്റെ അടിസ്ഥാനം ഇടുന്നതിനും ഇതിന്റെ തൂണുകൾ നിർത്തുന്നതിനും ഒക്കെ ഉള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയും മെറ്റൽസ് ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളും. ഇതിന് മൊത്തമായിട്ട് ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച് നമ്മൾ കൂട്ടി നോക്കിക്കോണം എന്തുമാത്രം വില വരും എന്നുള്ളത്. പണ്ഡിതന്മാർ പറയുന്നത് ഇന്നത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ഈ സമാഗമന കൂടാരത്തിന്റെ ആകെ ചെലവ്, ഇത് മാത്രമല്ല ഇതിന് ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ഇതിനകത്ത് മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിന്റെ എല്ലാം കൂടെ ചെലവ് നോക്കുന്നുണ്ടെ ഏകദേശം 100 കോടിയിലധികം, ഇന്നത്തെ കണക്കനുസരിച്ച് 100 കോടിയിലധികം ചെലവ് വരുന്നതായ ഒരു സമാഗമന കൂടാരമാണ് മരുഭൂമിയിൽ യഹോവയായ ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി ഇസ്രായേൽ ജനം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ യഹോവയായ ദൈവം അവരോട് ഉണ്ടാക്കുവാനായിട്ട് പറഞ്ഞത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം മഹത്വകരമാണെന്നുള്ളത്
തുടർന്നുള്ളതായ പഠനത്തിൽ കൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവമക്കളെ, ഇന്നത്തെ ഇതിന്റെ ആമുഖ അവതരണമാണ്. അത് ഇപ്പോൾ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച മുതലുള്ള ക്ലാസ്സുകളിൽ സമാഗമന കൂടാരത്തിൽ ഉള്ളതായ ഓരോ ഐറ്റങ്ങൾ നമ്മൾ കാണുവാനായിട്ട് പോവുകയാണ്. ഈ ഐറ്റങ്ങൾ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ കൂടുതൽ വിശദീകരണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ പഠനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സർവശക്തൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ.